Makers, welcome back to Xylem Learning. It's me JK. മക്കളെ നമ്മളെ ക്രിസ്മസ് എക്സാം ഉണ്ടല്ലോ, ആ എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മളെ ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ നമുക്ക് പഠിക്കണ്ടേ. ഇതാ നോക്കിക്കോളൂ, എന്താണ് ആദ്യത്തെ റിസൾട്ടന്റ് ഫോഴ്സ്, പരിണിത ഫലം എന്നാണ്. ആ പരിണിത ഫലം കണ്ടെത്താൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ F=F1 + F2 എന്നാണ് നമ്മൾ ഇക്വേഷൻ. അതിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെടുക്കുക, ന്യൂട്ടൺ എന്നെടുക്കുക. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ P=M×V, അതായത് മൊമെന്റത്തിന് ചിലപ്പോൾ ആക്കം എന്ന് വരാം. അപ്പൊ മൊമെന്റം P=M×V, അതിന്റെ യൂണിറ്റ് എന്തായിരിക്കും, മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ഇൻറ്റു വെലോസിറ്റി, പ്രവേഗത്തിന്റെ യൂണിറ്റ് ആണ് മീറ്റർ/സെക്കൻഡ്. അപ്പൊ ഈ കാര്യം ഓർത്തു വെക്കണം, അറിഞ്ഞു വെക്കണം. ഓക്കെ, അടുത്ത ഇനീഷ്യൽ മൊമെന്റും ഫൈനൽ മൊമെന്റും. അപ്പൊ മൊമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ്, P=mv നമ്മൾ പഠിച്ചു. ഇനീഷ്യൽ മൊമെന്റം എന്ന് പറയുമ്പോൾ ആ വെലോസിറ്റി, പ്രവേഗം എന്ത് ചെയ്യുന്നു, ഇനീഷ്യൽ വെലോസിറ്റി ആയി മാറുന്നു. അപ്പൊ അതിനെ നമ്മൾ P=m×u എന്ന അക്ഷരമാണ് സൂചിപ്പിക്കുക, മറക്കരുത്. അടുത്ത ഫൈനൽ മൊമെന്റ് എന്ന് പറഞ്ഞാൽ P=mv എന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടിന്റെ യൂണിറ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് ഓർത്ത് വയ്ക്കുക. ഇനി അടുത്ത ചേഞ്ച് ഇൻ മൊമെന്റും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റും. ചേഞ്ച് ഇൻ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെന്റത്തിൽ നിന്ന് ഇനീഷ്യൽ മൊമെന്റം മൈനസ് ചെയ്യുക, അന്ത്യ മൊമെന്റത്തിൽ നിന്ന് ആദ്യ മൊമെന്റ് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, mv-mu എന്ന് വരുന്നു. ഇനി അടുത്ത റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ, റേറ്റ് എന്ന് കേട്ടാൽ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്ത് വരും, mv-mu/t ഓർത്തു വയ്ക്കുക. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്ത് വരും, കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് സ്ക്വയർ എന്ന് വരും. അതാണ് നമ്മളെ ഫോഴ്സുമായി ബന്ധപ്പെട്ട്, അത് ന്യൂട്ടന്റെ സെക്കൻഡ് ലോവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ നോക്കുക, ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻ നമ്മൾ പഠിച്ചു വെച്ചാണ്. ഈ ഇക്വേഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കണം, പരീക്ഷയ്ക്ക് സെറ്റ് ആക്കണം.